എടുത്ത അമ്മാനമാടിയ ഒരു മുതലാണിത്. ഇലക്ഷന്റെ പീക്ക് ലെവലിൽ കേരളം എത്തി നിൽക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് നടത്തുകയാണ്. കേരളത്തിന്റെ യുവജനതയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു കാര്യത്തെ മുന്നിൽ നിർത്തിയിട്ട് പറയാണ്, മോഡിഫിക്കേഷൻ ഒരു പരിധിവരെ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചു തരുമെന്ന് പറയുന്ന. എല്ലാവർക്കും നമസ്കാരം. ഖാദർ കരിപ്പൊടി, നമ്മുടെ പബ്ലിക് കേരള ഖാദർ കരിപ്പൊടി, അയാളുടെ ഒരു വീഡിയോ ഇപ്പൊ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ഒരു കുൽസിത വീഡിയോ ആണ്. വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുമായിട്ട് എന്ന് പറയുന്ന ഒരു കുൽസിത വീഡിയോ ആണ് ഇപ്പൊ കിടന്ന് കറങ്ങുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ആ വീഡിയോയുടെ സത്യാവസ്ഥ എനിക്ക് നല്ലോണം അറിയും. അതായത് ഖാദർ കരിപ്പൊടിയുടെ കല്യാണത്തിന് മുന്നേ നടന്നിട്ടുള്ള ഒരു വീഡിയോ കോൾ ആണ് ആ സാധനം. ഓക്കെ, ഇനി വല്ല അപരാധങ്ങളോ അവിഹിതങ്ങളോ ഒന്നും അല്ല. കല്യാണത്തിന് മുന്നെയാണ് താൻ സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണിനെ കോൾ ചെയ്ത് കാണിച്ച കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ അവള് വെറും കാവടിയും മോളായതുകൊണ്ട് അതിനെ റെക്കോർഡ് ചെയ്ത് വെച്ച് ഖാദർ കരിപ്പൊടിയെ കരിവാരി തേക്കുകയായിരുന്നു. അതൊരു ഹണി ട്രാപ്പായിരുന്നു. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, 100% കൺഫേം ആക്കിയിട്ട് ഞാൻ പറയുന്നതാണ്. എന്നാൽ ഇന്ന് ഏതോ ഒരു നാറി അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് കരിപ്പൊടി കല്യാണത്തിന് ശേഷം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വരുത്തി തീർത്ത് കരിപ്പൊടിയുടെ ഇമേജിന് ചെളിവാരി അടിക്കുകയാണ് ചെയ്യുന്നത്. സീരിയസ്ലി. എന്നാലും ഖാദർ കരിപ്പൊടിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് വീഡിയോയിലല്ല, എനിക്കിത് കറക്റ്റായിട്ട് നേരിട്ട് അറിയാവുന്നുള്ളൊരു വിഷയമാണ്. എന്നാലും ഞാൻ ആദ്യം ഖാദർ കരിപ്പൊടി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കരിപ്പൊടിയുടെ ഒരു വീഡിയോ കൊടുക്കാം. ഒരു 8 വർഷം മുന്നേ ഉള്ള ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കേരള പോലീസിനോട് ഞങ്ങൾക്ക് ചിലത് ചോദിക്കാനുണ്ട്. നിങ്ങൾ ചിലത് പറഞ്ഞു തരേണ്ടതുണ്ട്, ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. ചോദ്യം ഇതാണ്: വാഹന പരിശോധന ചെയ്യാൻ ആർക്കാണ് അർഹത? നിയമസഭയിൽ വെച്ച് എന്നെ നെല്ലിക്കുന്ന MLA മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇതേ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: SI റാങ്കിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനും ചെക്കിംഗ് ചെയ്യാൻ അനുവാദമില്ല എന്നാണ്. എന്നാൽ ഈ നിയമങ്ങൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ? നിയമങ്ങളെയും നീതി വ്യവസ്ഥയെയും സംരക്ഷിക്കേണ്ട നിങ്ങൾ ഇത്തരം കാര്യങ്ങളോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട്? മുഖ്യമന്ത്രിയുടെ സർക്കുലറിന് പുല്ലുവിലയല്ലേ നിങ്ങൾ നൽകുന്നത്? കാസർഗോഡ് ഒരു രാഷ്ട്രീയ നേതാവ് വിവരാവകാശ നിയമപ്രകാരം നിങ്ങളോട് ഒരു കാര്യം ആരാഞ്ഞപ്പോൾ ഉത്തരം നൽകിയത് എല്ലാ പോലീസുകാർക്കും ചെക്കിംഗ് ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ സർക്കുലറിനെയാണ്, ഇവിടുത്തെ നിയമ വ്യവസ്ഥകളെയാണ്, നിയമ സംവിധാനങ്ങളെയാണ്. തുറന്ന് ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങളുടെ വാഹന പരിശോധന കാരണം, അതായത് അനുവാദമില്ലാത്തവരുടെ വാഹന പരിശോധന കാരണം കൊല്ലപ്പെട്ട സുഹൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നീതി വേണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയവർക്കെതിരെ FIR-കൾ കൊണ്ട് നിങ്ങൾ മറുപടി പറഞ്ഞു. ഇവിടുത്തെ നിയമവ്യവസ്ഥയെ നിങ്ങൾ കളിയാക്കി ചിരിച്ചു. അതിനുള്ള ഉത്തരം ജനങ്ങൾ നിങ്ങൾക്ക് തെരുവുകളിൽ വെച്ച് തന്നെ നൽകി. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം, കുറച്ചു ഉപദേശങ്ങളും നൽകാം. വാഹനം ചെക്കിംഗ് ചെയ്യാൻ അനുവാദമില്ലാത്തവർ നഗരമധ്യത്തിൽ ഇറങ്ങി ചെക്കിംഗ് ചെയ്താൽ ജനങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അത് ജനങ്ങളുടെ അവകാശമാണ്. നീതിക്കും നിയമ സംവിധാനത്തോടൊപ്പവും നിൽക്കേണ്ട നിങ്ങൾ നിയമ സംവിധാനത്തിനെയും നീതിയെയും കാറ്റിൽ പറത്തിയാൽ വിരൽ ചൂണ്ടുക തന്നെ ചെയ്യും. പബ്ലിക് കേരള.in. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസും പൊളിറ്റിക്സിനെതിരെയും അല്ലാണ്ട് പല റിയാക്ഷൻ വീഡിയോസും പല കാര്യങ്ങളിലും ഇടപെട്ട് സാമൂഹിക ഓരോ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഖാദർ കരിപ്പൊടി. എന്നാൽ ഇന്ന്
ഇയാള് അനുഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലെ സാധനമാണ്. സംഭവം ചെയ്യാത്ത ഒരു തെറ്റിന് ഒരു നാറി വന്നിട്ട് ഇവൻ ഈ പറയുന്ന പോലെ കൺസെന്റോട് കൂടി ഒരു സമയത്ത് പ്രണയത്തിലായിരുന്ന പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്ത വീഡിയോ കോളിന്റെ റെക്കോർഡ് എടുത്ത് പുറത്തു വിടുകയാണ്. അവൾ ഹണി ട്രാപ്പാണ് നടത്തിയത്. അവളെ പോലത്തെ തന്തയില്ലാത്ത അവളെ മടൽ വെട്ടി അടിക്കണം. ഇതുപോലത്തെ തന്തയില്ലാത്ത പുന്നാര മക്കൾ കാരണം ഇവിടെ ആണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചോദിക്കും, ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ കോൾ ചെയ്യാൻ വന്നു. എടാ എന്തുപാട്, നമ്മൾ മനുഷ്യന്മാരല്ലേ? വികാരങ്ങളെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു പെണ്ണുമായിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ കല്യാണം കഴിച്ചിട്ടൊന്നുമല്ല, പ്രണയിച്ചിരുന്ന സമയത്ത് ആ പെണ്ണുമായിട്ട് ചെയ്ത ചാറ്റുകളും വീഡിയോ കോളുകളും ഒക്കെയാണ്. അതിനെ ഒരു മറ്റേ പരിപാടിയാക്കി മാറ്റിക്കൊണ്ട് സംസാരിക്കുന്നത് വളരെ മോശമാണ്. ഇപ്പൊ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പാർട്ട്ണറിനോട് എന്തൊക്കെ ചെയ്യും? ഇന്നത്തെ കാലത്ത് പിള്ളേർ വരെ എന്തൊക്കെ ചെയ്യുന്നു. ആ സ്ഥിതിക്ക് ഖാദർ കരിപ്പൊടി തന്റെ പ്രണയിനിയോട് ഓരോ കാര്യങ്ങൾ വീഡിയോ കോളിലൂടെ പങ്കുവെച്ചത് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല. പക്ഷേ അവള് തേച്ചൊട്ടിച്ച്, അവളാണ് ഇവിടെ പന്ന പോലെ മോള് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഇനി ഇപ്പൊ ഒരു അണ്ണൻ പുതുതായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട്, അതായത് ഖാദർ കരിപ്പൊടിയുടെ വീഡിയോ കോൾ റെക്കോർഡ് എടുത്ത് വെച്ചിട്ട് കൊണയടിക്കുന്നുണ്ട്. ഞാൻ ഖാദർ കരിപ്പൊടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം 8 വർഷം മുന്നേ ഉള്ള ഈ വീഡിയോ ഒന്ന് കൊടുത്തത്. ഓക്കെ, ഇനി ആ വീഡിയോ കാണാം. ഇന്നലെ മൗദൂദി ചാനലിന്റെ വളർത്തുപുത്രനായ മുബാറക് റാവുത്തറുടെ വീഡിയോ കുൽസിത പ്രവർത്തനങ്ങളുടെ വീഡിയോ പുറത്തുവിട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നാളെ അതായത് ഇന്ന് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ സ്വപ്നം കണ്ട് നടക്കുന്ന യൂട്യൂബറായ ഖാദർ കരിപ്പൊടിയുടെ കുൽസിത പ്രവർത്തനങ്ങളുടെ വീഡിയോ ഞാൻ പുറത്തുവിടുമെന്ന്. എനിക്ക് പറയാനുള്ളത്, വിവാഹിതനല്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരു പക്ഷേ ഇത് പുറത്തുവിടത്തില്ല. കാര്യം എന്താ, മനുഷ്യനല്ലേ പുള്ളേ, വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നമ്മളെപ്പോലെ ഖാദർ കരിപ്പൊടിക്കും കാണുമല്ലോ. എന്തായാലും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഖാദർ കരിപ്പൊടിയുടെ ആ കുൽസിത കായിക പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒറ്റ വാക്കിൽ കേരളത്തിന്റെ എൻടയർ പൊളിറ്റിക്സ് ഇങ്ങനെ എടുത്ത് അമ്മാനമാടിയ ഒരു മുതലാണിത്. ഇലക്ഷന്റെ പീക്ക് ലെവലിൽ കേരളം എത്തി നിൽക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് നടത്തുകയാണ്. കേരളത്തിന്റെ യുവജനതയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു കാര്യത്തെ മുന്നിൽ നിർത്തിയിട്ട് പറയാണ്, മോഡിഫിക്കേഷൻ ഒരു പരിധിവരെ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചു തരുമെന്ന് പറയുന്ന ഒരു ബോംബ് ഇടുന്നു. ആ ബോംബിൽ അങ്ങ് കത്തിച്ചാമ്പലാകുകയാണ്. യൂത്ത് മൊത്തം ഒരു 90% യൂത്തും വി.ഡി. സതീശനിലേക്ക് ഫോക്കസ് ചെയ്ത ഒരു പോയിന്റ്. ആ പോയിന്റ് ക്രിയേറ്റ് ചെയ്തെടുത്ത ഇദ്ദേഹത്തിന്റെ മെയിൻ തല, അത് എത്രത്തോളം ഉപകാരം ഉണ്ടാക്കിയ ഇലക്ഷനിൽ കോൺഗ്രസിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UDF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻടയർ യൂത്തിന്റെ ഒരു സൗണ്ടായി വി.ഡി. മാറുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ്, അതും ഇലക്ഷന്റെ ഒരു പീക്ക് പോയിന്റിൽ എത്തിച്ചത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ലീഡർ, അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരാൾ, എവിടെ കുത്തിയാൽ നോവും, എവിടെ കുത്തിയാൽ വെള്ളം കിട്ടുമെന്ന് കൃത്യമായി അറിയുന്ന, ജനത്തിന്റെ പൾസ് അറിയുന്ന ഒരു ലീഡർ. നാളെ UDF എങ്ങാനും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്ന ഏക ഓപ്ഷനേ ഉള്ളൂ, അത് വി.ഡി. സതീശൻ. മറ്റു പലരും, ഞാൻ അടക്കം ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ, മറ്റു പലരും ഓപ്ഷനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒറ്റ ഒരാൾക്കേ സാധ്യതയുള്ളൂ, അത് വി.ഡി. സതീശന് മാത്രമായിരിക്കും. നിങ്ങൾ എങ്ങാനും വി.ഡിയെ തടഞ്ഞാൽ കോൺഗ്രസ്സുകാർ മാത്രമായിരിക്കില്ല അതിനെ എതിർത്ത് വരിക, പൊതുജനം എതിർത്ത് വരുന്ന ഒരു അവസ്ഥ UDF കാണേണ്ടി വരും, കോൺഗ്രസ് കാണേണ്ടി വരും. കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്, ഇത്രയും സ്ട്രാറ്റജിക്കലി കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി വരുന്നത് നാടിനും നാട്ടുകാർക്കും നല്ലതാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അയാളെ തഴയരുത്. അയാളെ തഴഞ്ഞാൽ ജനം നിങ്ങളെ അടുത്ത പ്രാവശ്യം തഴയും. കരിപ്പൊടിയുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥ. ഈ വീഡിയോ പുറത്തു വരുമ്പോൾ ഓഫ് കോഴ്സ് നാണക്കേട് തന്നെയാണ്. പക്ഷെ നമ്മളവിടെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കരിപ്പൊടിയെ പ്രേമിച്ച് ചതിച്ച ഒരു പെണ്ണ് ചെയ്ത ഹണി ട്രാപ്പാണ് ഈ പരിപാടി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കല്യാണത്തിന് മുന്നേക്ക്, അതായത് ഖാദർ കരിപ്പൊടിയുടെ കല്യാണത്തിന് മുന്നേ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നും ഇങ്ങനെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഖാദറിന്റെ ലൈഫിൽ ഉണ്ടെന്നും ഉള്ള കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുള്ളൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ എക്സ്പ്ലനേഷൻ
കാതർ നൽകേണ്ട കാര്യമില്ല. ഇന്ന് പല പുന്നാവര പെണ്ണുങ്ങളും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതുപോലെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റെക്കോർഡുകളും സ്ക്രീൻഷോട്ടുകളും എടുത്തു വെച്ചിട്ട് ഭാവിയിൽ ആ പയ്യൻ എന്തെങ്കിലും നല്ലൊരു നിലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ലൈഫ് കുളം തോണ്ടുന്ന രീതിയിൽ ഓരോ തന്തയില്ലായ്മ ചെയ്യുന്ന ചിലവളുമാരുടെ ഒരു 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 പ്രോസസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു പ്രവൃത്തിയല്ല. ഒരുത്തന്റെ കരിയർ ഫ്ലോപ്പാക്കാൻ വേണ്ടിയിട്ട്, ഒരുത്തന്റെ ജീവിതം നാറാണത്താക്കി തുലയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി അത് അത്ര നല്ല ഫെയർ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. ഓക്കെ, ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോട് ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നെ അത് വന്നിട്ട് ആണിന്റെ നെഞ്ചത്ത് മാത്രമാകുന്ന ഒരു കാലഘട്ടം. ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഷിയാസ് കരീമിന്റെ വിഷയം നമുക്ക് പറയാം ഇടയിൽ. ഓക്കെ, ഷിയാസ് കരീമും ഒരു സ്ത്രീയും തമ്മിൽ ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പരിപാടി പിന്നെ ഇപ്പോ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഷിയാസ് കരീമിന്റെ മാത്രം കുറ്റമായി മാറി. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിപ്പോ ഷിയാസ് കരീമിന്റെ മാത്രം കുറ്റം. അന്ന് രണ്ടുപേരും ഒരേപോലെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് നല്ല നല്ല മൊമെന്റ്സ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ വന്നിട്ട് അത് ഷിയാസ് കരീമിന്റെ മാത്രം കുറ്റം. പിന്നെ ഷിയാസ് കരീമിന്റെ കേസിൽ എനിക്ക് യോജിപ്പില്ലാത്തത് യവൻ 10-60 ലക്ഷം രൂപ വാങ്ങിയെന്ന് പറയുന്നുണ്ട്. ആ ആരോപണങ്ങൾ കറക്റ്റാണ്. അവൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ വോയിസിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാകുന്നത് അവൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്. അത് തന്തയില്ലായ്മ, അതിന് അവൻ ഉത്തരം പറയേണ്ടി വരും. അല്ലാതെ പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പരിപാടിക്ക് പിന്നെ അവൻ വന്നിരുന്ന് അവൻ മാത്രം കുറ്റക്കാരനാവുന്നത് എനിക്ക് യോജിപ്പില്ല. ഇവിടെ വേറൊരു നിയമം കൂടി വരണം. ആ പെണ്ണിനെ എക്സ്പോസ് ചെയ്യണം. കാദറിന് ഇപ്പോൾ ആ പെണ്ണിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കാദർ അകത്തു പോകും. അതാണ് ഇവിടുത്തെ നിയമം. പക്ഷെ കാദറിന്റെ വീഡിയോ എടുത്ത് പുറത്തിടാനുള്ള റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. എന്തായാലും ആ പെണ്ണ് വീഡിയോ റെക്കോർഡ് ചെയ്യാതെ ഒരിക്കലും ഈ വീഡിയോ പുറത്ത് വരത്തില്ലല്ലോ. ആ പെണ്ണ് റെക്കോർഡ് ചെയ്ത ആൾക്കാർക്ക് കൈമാറി ഹണി ട്രാപ്പ് ആയിരുന്നു എന്നും ആ പെണ്ണ് വഞ്ചിച്ചു എന്നും ഉള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിയമം എന്ന് പറയുമ്പോൾ ഒരു പെണ്ണ് എന്ത് തന്തയില്ലായ്മ ചെയ്തു കഴിഞ്ഞാലും വിഷയമില്ല. അവളുടെ ഐഡന്റിറ്റിയോ കാര്യങ്ങളോ ഫോട്ടോസോ ഒന്നും പുറത്തു വരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിടുന്ന ആളിനെതിരെ നടപടി എടുക്കേണ്ട നിയമമുണ്ട്. പക്ഷെ ഒരാണിന്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ട് അവന്റെ എന്ത് വീഡിയോ, അത് മറ്റേ വീഡിയോ ആയാലും മറിച്ച വീഡിയോ ആയാലും ഇതുപോലത്തെ വീഡിയോ ആയാലും അവന്റെ എന്തെടുത്ത് ഐഡന്റിറ്റി പുറത്തിട്ട് കഴിഞ്ഞാൽ, എന്ത് വീഡിയോ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാലും അത് ചോദിക്കാൻ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞുമില്ല. ആണിന്റെ ജീവിതത്തിനും ജീവനും ഒരു വാല്യൂവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരുടെ ലൈഫിലും പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിന് മുന്നേ പല ബന്ധങ്ങളും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. എല്ലാവരും അങ്ങനെ ആണെന്നല്ല ഞാൻ വാദിക്കുന്നത്, പക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ നമ്മുടെ പാസ്റ്റിലുള്ള ബന്ധങ്ങളെല്ലാം മറന്ന് അല്ലെങ്കിൽ അതിലുണ്ടായ വിള്ളലുകൾ കാരണം നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം വിട്ടുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുകൾ എടുത്തു വയ്ക്കും. ആ ചുവടുകൾ എടുത്തു വച്ചതിന് ശേഷം പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കുത്തിപ്പൊങ്ങി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബ ജീവിതത്തെയും ദാമ്പത്യ ജീവിതത്തെയും ഒരുപാട് ബാധിക്കും. കാദറിന്റെ കേസിലും അതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു പാസ്റ്റ് കാദറിന് ഉണ്ടായിരുന്നു എന്ന് തന്റെ ഇപ്പോഴത്തെ വൈഫിന് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാദറിന്റെ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വിള്ളലുകൾ വീഴില്ല. പക്ഷെ സോഷ്യൽ മീഡിയ ലൈഫിൽ ഈ ഒരു വീഡിയോ ഒരു വിള്ളല് തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന സമയത്ത് ആൾക്കാർ പല രീതിയിൽ ജഡ്ജ് ചെയ്യും. ഇപ്പൊ ഈ വീഡിയോ ചെയ്ത ഇവൻ തന്നെ പറയുന്നുണ്ട് കല്യാണത്തിന് ശേഷമുള്ള സംഭവമാണ്. പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇത് കല്യാണത്തിന് ശേഷമുള്ള സംഭവമല്ല, ഇത് മുന്നേ തന്നെ എനിക്കിത് അറിയാമായിരുന്നു. അതായത് കാദറിന്റെ കല്യാണത്തിനൊക്കെ മുന്നേ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് എനിക്കറിയാമായിരുന്നു, സീരിയസ്ലി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം കല്യാണത്തിന് മുന്നേ നടന്നത് കൊണ്ട് തന്നെ കാദറിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഓക്കെ, കാദർ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഭാര്യയായിട്ട് ജീവിക്കുന്നതിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ വന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കാദറിനെതിരെ സംസാരിച്ചേനെ. പക്ഷെ ഇത് പഴയ വീഡിയോ ആണ്, പഴയ വീഡിയോ കുത്തിപ്പൊക്കിയതാണ്. അതാണ് ഇവിടുത്തെ സംഭവം. ഇതിന്റെ ഒറിജിനൽ വീഡിയോ ആരുടെ കയ്യിൽ സംരക്ഷിച്ച് വെച്ചിരുന്നതിന് ഇപ്പൊ കുത്തിപ്പൊക്കി കാദറിനെതിരായിട്ട് അടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് പഴയ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോ ആണ്. അതാദ്യം മനസ്സിലാക്കുക. എന്തായാലും ഇതിന് എക്സ്പ്ലനേഷൻ കാദർ തന്നെ കൊടുക്കുന്നുണ്ട്, കേട്ടു നോക്കാം. എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എൻ്റെ പഴയ കാര്യങ്ങൾ 2020 ഞാൻ പരാതി കൊടുത്തിട്ടുള്ള, വിദ്യാനഗർ പോലീസ് എൻ്റെ പരാതിയിൽ കേസെടുത്തിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് എന്നെ ഒരാൾ പ്രണയിച്ച് വഞ്ചിക്കുകയും ആ വഞ്ചിച്ചതിൻ്റെ പേരിൽ എന്നെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഒരു ഇഞ്ച് വഴങ്ങിയില്ല. എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്, പൈസ അടിച്ചു മാറ്റിയേക്കാമെന്ന് ഇവർ വിചാരിക്കുകയും ആ വിചാരത്തിൽ എൻ്റെ മുന്നിലേക്ക് എൻ്റെ ഒരു അടുത്ത അറിയാവുന്ന ഒരു കൂട്ടുകാരനെയും പിടിച്ചിട്ട് ഇവർ വന്നപ്പോൾ ആ കൂട്ടുകാരനും കൂടി ഇതിൽ പ്ലാൻ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒരു ഇഞ്ച് മാറാതെ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയും അതിനെതിരെ ശക്തമായി നിൽക്കുകയും ചെയ്തതാണ്. ആ ഒരൊറ്റൊരു വീഡിയോയിലെ ചില ഭാഗങ്ങൾ അതിലേക്ക് AI കൊടുത്തിട്ട് അതിനെ മാറ്റിയെടുത്തൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിട്ട് ഇവൻ എന്നോട് പറയാണ്, ഞാൻ വിടൂല, നീ ഞാൻ പറയുന്നത് കേൾക്കണം എന്നാണ് പറയുന്നത്. ഈ ചാറ്റാണത്. അപ്പോൾ ഇവൻ വിചാരിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കണ്ട് പേടിക്കുന്നതാണ്. ഓക്കെ, കാദറിന്റെ അവസ്ഥ ഇപ്പൊ എയുടെ കേസ് വിട്, എ ആണോ അല്ലേ എന്നുള്ളൊരു കാര്യം രണ്ടാമത്തതാണ്. പക്ഷേ
ഇവിടെ ഉള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഖാദർ കല്യാണത്തിന് മുമ്പേ ഉള്ള പരിപാടിയായിരുന്നു. ഇത് ഖാദർ എന്നെ സമ്മതിക്കുന്നുണ്ട്, പ്രണയം നടിച്ച് ചതിച്ചൊരു കേസാണ്. അത് എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തായാലും ആ ചാറ്റിലുള്ള മെസ്സേജ് ഒന്ന് വായിക്കാം. 2 days ഉള്ളിൽ നിനക്ക് സമയം തരും, കോപ്പി സ്ട്രൈക്ക് മാറ്റാൻ, ഇല്ലെങ്കിൽ ബാക്കി ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. നിന്റെ പരിപാടി കൊള്ളാം, പക്ഷെ നിന്റെ തന്തയില്ല എൻ്റെ തന്ത, പറയുന്നത് 1 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഖാദർ തന്നെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഖാദറിനെ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കും, ഖാദർ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണെന്ന്. ഞാൻ പറയുന്നത് നാട്ടുകാർ മൊത്തം ഈ വീഡിയോ കാണണം. കണ്ടതിന് ശേഷം ഖാദറിന്റെ നിരപരാധിത്വം ആൾക്കാർ മനസ്സിലാക്കണം. കാരണം ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു ആണിന്റെ ലൈഫ് തകർക്കാൻ വളരെ എളുപ്പമാണ്. അവൾ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യും, ഒരു സമയത്ത് പരസ്പരം ഇഷ്ടത്തോടെ ചെയ്യുന്ന പരിപാടികൾ. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഖാദർ ബലമായിട്ട് നീ കാണുമെന്ന് പറഞ്ഞും കൊണ്ട് ചെയ്തതൊന്നുമില്ല. അപ്പുറത്തിരുന്ന് ഓപ്പോസിറ്റ് ഇരുന്ന് അവൾ എൻജോയ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്ത സാധനമാണ്. ഏതായാലും അവളൊരു തന്തയ്ക്ക് പറക്കാത്ത പേടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരാണിന്റെ ജീവിതം വെച്ച് കളിക്കാൻ വന്ന ഒരു കാവടി മോളെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അല്ലാണ്ടൊന്നും പറയാനില്ല. ഇവിടുത്തെ നിയമം ആദ്യം മാറണം. ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ആണിന്റെ വീഡിയോ പുറത്തു വിടുന്ന ഒരു സ്ത്രീയും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, അവൾക്കെതിരെ ഒരു നടപടിയുമില്ല. പക്ഷെ മറിച്ച് ഒരു പുരുഷനാണ് ഇതുപോലെ ചെയ്തതെങ്കിൽ അവനൊന്ന് ഉള്ളേ കടന്നേനെ, ജാമ്യമില്ലാ വകുപ്പിൽ. അതാണ് ഇവിടുത്തെ നിയമവും നിയമവ്യവസ്ഥയും. അത് മാറണം. ആണുങ്ങളുടെ ജീവിതത്തിനും വാല്യൂ നമ്മുടെ നിയമവ്യവസ്ഥ നൽകിയേ പറ്റത്തുള്ളൂ. ഇക്വാലിറ്റി വേണം, കോപ്പ് വേണമെന്ന് പറയും. അത് നിയമത്തിന്റെ വശത്തിൽ നിന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ പെണ്ണിന് മാത്രം സംരക്ഷണം, അവളുടെ ഐഡന്റിറ്റി പുറത്തു വരില്ല, അവൾ മാത്രം പതിവ്രത. ആണുങ്ങളെ വലിച്ചു കയറും ഈ സമൂഹ മാധ്യമങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ പുന്നാര മോൻ ഓൾഡ് വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോഴത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞും കൊണ്ട് ഇത് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫെയർ എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് സംസാരിച്ചത്. ഇത് കല്യാണത്തിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. നിങ്ങളുടെ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഒരുപക്ഷെ കാണും. പക്ഷേ ഇവിടുത്തെ ഈ പറയുന്ന പോലെ നിയമവ്യവസ്ഥ മാറിയില്ലെങ്കിൽ ആണുങ്ങളുടെ ജീവനും ജീവിതത്തിനും ഒരു വാല്യൂവും ഇല്ലാത്ത രീതിയിൽ മാറുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ശക്തമായിട്ട് പ്രതികരിക്കുന്നത്. ഇത്തരം തന്തയില്ലായ്മകളെ ഒരിക്കലും എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. ഒരാളുടെ ലൈഫ് വെച്ചിട്ടല്ല ഇമാതിരി തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വീഡിയോ വിട്ടിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാദറിന്റെ കല്യാണത്തിന് ശേഷമുള്ളതാണ് അല്ല, ഖാദറിന്റെ കല്യാണത്തിന് മുന്നേ ഉള്ളതാണ്. അതായത് ഇപ്പോ ഖാദർ കല്യാണം കഴിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയും പ്രണയിച്ച് തന്നെയാണ് ഖാദർ കല്യാണം കഴിച്ചിട്ടുള്ളത്. അതിന് മുന്നേ ഉണ്ടായിരുന്ന പാസ്റ്റ് ലൈഫിൽ തന്നോട് പ്രണയം നടിച്ച് തന്നെ വഞ്ചിച്ച ഒരുത്തിയായിരുന്നു ലവള്. ആ ലവളാണ് ഈ വീഡിയോ എടുത്ത് പുറത്തുവിട്ട. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടില്ലേ, പല പരിപാടികളും ചെയ്തിട്ടില്ലേ, റിയൽ മീറ്റുകൾ ചെയ്ത് പല പരിപാടികളും ചെയ്തിട്ടില്ലേ? അത് നിങ്ങളുടെ പാസ്റ്റാണ്. അതിനുശേഷം നിങ്ങൾ വേറൊരു ലൈഫിലോട്ട് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതെല്ലാം ബ്രേക്കപ്പായി അതിൽ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ വേറൊരു ബന്ധത്തിൽ പോയി അവിടെ കല്യാണം കഴിച്ച് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഈ പഴയ പാസ്റ്റിലുണ്ടായിരുന്ന നിങ്ങളുടെ പാർട്ട്ണർ, ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ ഇതുപോലെ ഓരോ ചാറ്റുകളും വീഡിയോസും കുത്തിപ്പൊക്കി പബ്ലിക്കാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൈസ തട്ടാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇത് ഓരോ സ്ത്രീകളോടും പുരുഷന്മാരോടും തന്നെയാണ് ചോദിക്കുന്നത്. രണ്ടുപേരെടുത്തും എനിക്ക് ചോദിക്കാനുണ്ട്. സ്ത്രീകളുടെ പാസ്റ്റിലായാലും പുരുഷന്മാരുടെ പാസ്റ്റിലായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരൊറ്റ മനുഷ്യൻ പോലും വെറുതെ വിടരുത്. ഈ ഒരു വിഷയത്തിൽ ഖാദറിനെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഖാദറിന് വേണ്ടി മാത്രമല്ല, ഇതുപോലെ ഇത്തരം വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്ന ഓരോ പെണ്ണുങ്ങൾക്കുമെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യം സംസാരിക്കണം. ഇത് ഓരോ ആണുങ്ങൾക്ക് വേണ്ടി, ഞാനും നിങ്ങളും അടങ്ങുന്ന ആണുങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ നിയമവ്യവസ്ഥ മാറുവാൻ വേണ്ടിയിട്ട് സംസാരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ റീസൺ, ആണുങ്ങൾക്ക് ഇവിടെ ഒരു വാല്യൂ ഇല്ല. പെണ്ണുങ്ങൾ എന്ത് തന്തയില്ലായ്മ ചെയ്തു കഴിഞ്ഞാലും അവളുമാരുടെ ഐഡന്റിറ്റി പുറത്തു വരത്തില്ല. പക്ഷെ ആണുങ്ങൾക്കെതിരെ ഒരു പരാതി പോയാൽ മതി, തീർന്നു. ഷിയാസ് കരീമിന്റെ കേസ് എടുക്കാം. ജസ്റ്റ് ഒരു പരാതി ഒരു സ്റ്റേഷനിൽ പോയപ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും അറിയത്തില്ല. അന്വേഷണം പോലും തുടങ്ങിയിട്ടില്ല, FIR പോലും ഇട്ടിട്ടില്ല. ഒരു പരാതി ജസ്റ്റ് പോയപ്പോൾ ന്യൂസിൽ വന്ന് ഷിയാസ് കരീം പെണ്ണ് കേസ് അത് ഇതെന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടത്തെ രീതി അത് മാറണം. അത് മാറുവാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ സംസാരിക്കണം. ഞാനൊക്കെ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോവാണ്, ഇവിടുത്തെ മുഖ്യമന്ത്രി ഞാനായിരുന്നെങ്കിൽ ഇതുപോലത്തെ കണ്ട വഴികളെ എല്ലാം എക്സ്പോസ് ചെയ്ത് വലിച്ചു കീറാനായിട്ടുള്ള നിയമം എവിടെ കൂടിയെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചാൽ സത്യം എന്നാൽ കഴിയുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. നമുക്കതൊന്നുമില്ല. നമുക്ക് ആകെ ഉള്ളത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ മാത്രമാണ്. ഇവിടെ സംസാരിക്കുക, ഇവിടെ നമ്മളെല്ലാവരും ഒന്നടങ്കം സംസാരിക്കുക.
ആണുങ്ങളുടെ ജീവനും ജീവിതത്തിനും ഒരു വാല്യൂ നൽകാത്ത ഇതുപോലത്തെ കള്ള കാവടികളെ വലിച്ചു കയറി അവളുമാർക്ക് എതിരെ സംസാരിക്കുക. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ഇടണം.